271 വർഷങ്ങൾക്ക് ശേഷം ത്രിമൂർത്തി സംഗമസ്ഥാനത്ത് ഭാരതപ്പുഴയുടെ ഉത്സവം ആഘോഷപൂർവ്വം നടക്കുമ്പോൾ ഇന്ന് അതിന് സമാപനം കുറിക്കുമ്പോൾ നിറഞ്ഞ സംതൃപ്തിയോടെയാണ് ജുനാഗഡയുടെ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി ഉള്ളത്. അദ്ദേഹമാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. എന്തായാലും അദ്ദേഹത്തെ എത്രമാത്രം ഇക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ചോദിക്കാം. ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരുന്നു? തീർച്ചയായിട്ടും ഇല്ല. നമ്മൾ ഈ വർഷം ഒരു ശുഭാരംഭം കുറിക്കുക എന്നാണ് കരുതിയിരുന്നത്. ഇപ്പോൾ വന്നു ചേരുന്നതിൻ്റെ വളരെ ചെറിയൊരംശം ആളുകളെത്തും. പക്ഷേ മാഘം എന്ന വൈശിഷ്ട്യമാർന്ന ഒരു ആചരണത്തിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക, ഒരു 2-3 വർഷം കൊണ്ട് ഇത്തരത്തിലുള്ള വലിയ രീതിയിൽ ജനങ്ങളിലേക്ക് അത് പ്രചരിക്കാനുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് സങ്കല്പിക്കുക എന്നുള്ളതാണ് അതിലുണ്ടായിരുന്നത്. പക്ഷേ വളരെ അപ്രതീക്ഷിതമായി ആ ഒരു 3 വർഷം എന്നുള്ളത് 3 ദിവസമായിട്ടാണ് ജനങ്ങൾ കണക്കാക്കിയത്. ആ 3 ദിവസം കൊണ്ട് തന്നെ അത് ആളുകളുടെ ഇടയിലേക്ക് വലിയ രീതിയിൽ ആസ്തികരായിട്ടുള്ള ജനങ്ങൾ സ്വീകരിക്കുന്ന അവസ്ഥയുണ്ടായി. എങ്ങനെയാണ് ഇതിനെ മുന്നോട്ടുള്ളൊരു പ്രയാണം കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? ഇനി 2 തരത്തിലാണ്. അതായത് മാഘം പ്രയാഗ്രാജിലും തിരുനാവായയിലുമാണ് മാഘം മുഴുവൻ സമയവും പൂർണ്ണമായ രീതിയിൽ നടക്കുന്ന 2 കേന്ദ്രങ്ങൾ. തിരുനാവായയിൽ ദൗർഭാഗ്യവശാൽ 271 വർഷം മുമ്പ് നിലച്ചുപോയി. പ്രയാഗിൽ എല്ലാ വർഷവും തുടരുന്നുണ്ട്. പ്രയാഗിൽ 12 വർഷം കൂടുമ്പോൾ കുംഭമേളകളാണെന്നുണ്ടെങ്കിൽ ഇവിടെ 12 വർഷം കൂടുമ്പോൾ സിംഹസ്ഥ, വ്യാഴം സിംഹരാശിയിൽ വരുന്ന സമയം, അത് ഉജ്ജയിൻ കുംഭമേളയുടെ സമയം കൂടിയാണ്. അതാണ് 2028 അത് വിശേഷപ്പെട്ട രീതിയിൽ നടക്കുന്നത്. അപ്പോൾ മാഘം എല്ലാ വർഷവും ഇപ്പോഴത്തെ ജനങ്ങളുടെ ഈ പങ്കാളിത്തം കൂടി കണക്കിലെടുത്തുകൊണ്ട് അതിൻ്റെ ആസൂത്രണത്തോടുകൂടി ചിട്ടയോടുകൂടിയും സംഘടിപ്പിക്കുക. 12 വർഷം കൂടുമ്പോഴുള്ള സിംഹസ്ഥ കുംഭമേളകൾ പോലെ ഭാരതത്തിലെ മുഴുവൻ ആചാര്യ പരമ്പരയുടെയും ഒരു പങ്കാളിത്തത്തോടുകൂടി സംഘടിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത്. ഒപ്പം ഭാരതപ്പുഴയുടെ ഒരു പുനരുജ്ജീവനവും അതിൻ്റെ സംസ്കൃതിയുടെ ഒരു പുനരുജ്ജീവനവും, അത് ത്രിമൂർത്തി മല തൊട്ട് ത്രിമൂർത്തി സംഗമം വരെ ഒഴുകുന്ന ഭാരതത്തിൻ്റെ പേരിലുള്ള ഏക നദിയായിട്ടുള്ള ഭാരതപ്പുഴ, അത് ഹിമാലയം മുതൽ കന്യാകുമാരി വരെയുള്ള ഭാരതത്തിൻ്റെ ഒരു ചെറിയ രൂപം കൂടിയാണ്. കേരളത്തിൻ്റെ സംസ്കൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചാരം, അനുഷ്ഠാനം, ശാസ്ത്രം, കല, സംസ്കൃതി എല്ലാം വളർന്നത് ഒരുപാട് തപസ്വികളുണ്ടായിരുന്ന ഭൂമിയാണ്. അപ്പം അതെല്ലാം ഒരു ചരടിൽ കോർത്തിണക്കുന്നത് പോലെ അതിൻ്റെ എല്ലാം വികാസം മാഘത്തിന് കുംഭത്തിനുമൊക്കെ ഈ ത്രിമൂർത്തി മല തൊട്ട് ത്രിമൂർത്തി സംഗമം വരെ എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും വലിയ രീതിയിലുള്ള പരിപാടികൾ അവിടുത്തേതായിട്ടുള്ള ആളുകളുടെ ഒരു മുൻകൈയിൽ അത്തരം കാര്യങ്ങളൊക്കെയാണ് മനസ്സിൽ ചിന്തിക്കുന്നത്. വലിയ വെല്ലുവിളിയായിരുന്നു ഇത് ഏറ്റെടുക്കുമ്പോൾ, കാരണം തുടക്കത്തിൽ വലിയ പ്രതിസന്ധികളുണ്ട്. എങ്ങനെയാണ് ഇത് തരണം ചെയ്തത്? ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തുടക്കത്തിൽ ഇതിൻ്റെ ഒരു ആലോചന നടക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയ പരിപാടി എന്നുള്ള നിലയ്ക്കാണ് ചിന്തിക്കുന്നത്. പക്ഷേ അത് പെട്ടെന്ന് ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ആളുകൾ ഇവിടെ വന്നു ചേരും എന്നുള്ളത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണോ എന്നറിയില്ല, അത് ജില്ലാ ഭരണകൂടമൊക്കെ അതിന് അനുമതി നൽകാതിരിക്കുക, ഒരു സ്റ്റോപ്പ് മെമ്മോ പുറപ്പെടുവിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ നമ്മൾ മാഘം പരമ്പരയായിട്ട് നിശ്ചയിച്ച ആചാര്യന്മാർ നിശ്ചയിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് മാഘവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മൾ നിശ്ചയിച്ചത്. അപ്പോൾ അതുമായി മുന്നോട്ട് പോയി. പക്ഷേ അതിനും അപ്പുറത്തായിട്ട് വന്നത്, ശരിക്കും ആ ഒരു തടസ്സത്തേക്കാൾ അപ്പുറത്തായിട്ട് വന്നത് വലിയ രീതിയിൽ വന്നു ചേരുന്ന ജനങ്ങളുടെ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുടെ ഇതിലാണ്. ആ സമയത്ത് ആ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് സേവാഭാരതി എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം, കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള വളണ്ടിയേഴ്സ്, അത് രാപ്പകൽ സേവ എന്ന് തന്നെ പറയാം. കാരണം രാവിലെ തൊട്ട് രാത്രി വരെ വന്നു ചേരുന്ന അതിഥികൾക്ക് വേണ്ടി വെള്ളം, അന്നം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുടെ ഇതിനൊക്കെ ഇത് ചെയ്യുക. രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവിടുത്തെ മുഴുവൻ ശുചീകരണം ചെയ്യുക. അപ്പോൾ അങ്ങനെ രാപകൽ സേവ ചെയ്ത് അവർ ഈ സംഗമത്തിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള പങ്കുവഹിച്ചു. അത്തരത്തിലുള്ള ഹിന്ദു സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ എല്ലാവരും വലിയ രീതിയിൽ ഇതിനെ സപ്പോർട്ട് ചെയ്തു. അവൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ആളുകളൊക്കെ തന്നെ മുഴുവൻ സമയവും ക്യാമ്പ് ചെയ്ത് ഇതിനെ വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. മഹാമഹത്തിൻ്റെ വിജയം കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും? അത് ഒരു ഹിന്ദു സ്വത്വബോധം, ഹിന്ദുത്വത്തിൻ്റെ ഒരു വീര്യം ഇനി കേരളത്തിൽ ഭാവി കാലങ്ങളിൽ പ്രകടമാകും എന്നാണ് കരുതുന്നത്. കാര്യം കൂടി, ജുനാഗഡയുടെ ദക്ഷിണേന്ത്യയിലെ ഒരു കേന്ദ്രം സ്വാമി ഇങ്ങോട്ട് വന്നു. ഈ കേന്ദ്രം ഏത് രീതിയിലാണ് ഇവിടെ തിരുനാവായി തന്നെ എങ്ങനെയാണോ അത് ഉദ്ദേശിക്കുന്നത്? ഈ മാഘം നടത്തുക എന്നുകൂടിയുള്ള ഒരു ഇതുകൊണ്ട് സന്യാസിമാർക്ക് പൊതുവിൽ ശങ്കര ജന്മഭൂമി എന്ന് പറയുമ്പോഴും കേരളത്തിൽ പരിവ്രജനം ചെയ്യുന്ന സന്യാസിമാർക്ക് എത്തിച്ചേരാവുന്ന യാതൊരു വ്യവസ്ഥയും ഇല്ലാത്തൊരു ഭൂമിയാണ് ഇപ്പോഴും.
സന്യാസിമാരെ ആസ്തിക സമാജം തന്നെ ആ ഒരു ആശ്രമങ്ങളെയും സന്യാസിമാരുടെ കാര്യങ്ങളുമൊക്കെ അതിന് സേവ ചെയ്യുക, പരിപാലിക്കുക തുടങ്ങിയിട്ടുള്ള ധർമ്മമൊന്നും ആ രീതിയിൽ ഏറ്റെടുക്കുന്നതല്ല. എല്ലാവരുടെയും ഗൃഹത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം വേണം എന്ന് പറയുന്ന ഒരു ബോധ്യം കേരളത്തിലെ ജനങ്ങൾക്ക് ഇടക്കാലത്ത് എപ്പോഴോ നഷ്ടപ്പെട്ടു പോയിരുന്നു. അപ്പോൾ അതിനെയൊക്കെ കോർത്തിണക്കും വിധം പരിവ്രാജകരായിട്ടുള്ള സാധുക്കൾക്ക് തങ്ങാനും മാഘത്തിനൊക്കെ വരുന്ന വലിയ സാധുസന്ത് മഹാത്മാക്കൾക്ക് അവരുടെ കാര്യക്രമങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കാനും ഇതിൻ്റെ ആയോജനമൊക്കെ ചേർന്നിട്ടുള്ളൊരു കേന്ദ്രമാണ് തിരുനാവായയിൽ ഉണ്ടായാൽ നന്നായിരിക്കും എന്ന് ആലോചിക്കുന്നത്. എന്തായാലും മഹാമാഘത്തിൻ്റെ വിജയം വലിയ ഇമ്പാക്റ്റാണ് സമൂഹത്തിൽ, കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് സ്വാമി ആനന്ദവനം ഭാരതി പറയുന്നത്. എന്തായാലും തീർച്ചയായും കേരളത്തിൻ്റെ ആധ്യാത്മിക ചരിത്രത്തിൽ പുതിയ ഒരു ഉണർവാണ് ഈ മഹാമകം ഉത്സവം ഉണ്ടാക്കിയിരിക്കുന്നത്.